നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ കാരണം ഒരു ചെറിയ അകൽച്ചയെങ്കിലും ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കുന്ന ദിവസമായിരിക്കും എന്റെ അവസാന വർക്കിംഗ് ഡേ. എന്താ രാജു നീ പറയുന്നേ? നീ നിന്റെ ഈ ഗ്രാമീണ സൗന്ദര്യ റൂട്ട് ഒന്ന് മാറ്റിപ്പിടിക്കേ. ഒന്നാമതേ നീ ഭയങ്കര സുന്ദരിയാ. ഇത്തിരി മോഡേണും കൂടി ആയാൽ രാജു നിന്റെ മുന്നിൽ മൂക്കും കുത്തി വീഴും. ശരിക്കും ആണോ? പിന്നല്ലേ. എങ്കിൽ ഇനി മോഡേൺ ആയിട്ട് തന്നെ കാര്യം. രമ്യ മോഡേൺ ആകുന്നു, ഋതികയെ സൈഡാക്കുന്നു. രാജുവിന്റെ മനസ്സിൽ പിന്നെ രമ്യ മാത്രം. ആ എങ്കിൽ ശരി, എനിക്കുടനെ പോണം. നിങ്ങൾ വരുന്നുണ്ടോ? എവിടേക്ക്? ഷോപ്പിങ്ങിന് പോണ്ടേ? അച്ഛന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങണം. നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോയി ഒരു കലക്കം പർച്ചേസ് അങ്ങ് നടത്തണം. ഈ രമ്യ ആരാണെന്ന് ആ മന്ത്രിയുടെ മകൾക്ക് കാണിച്ചു കൊടുക്കണം. അവള് മന്ത്രിയുടെ മകളാണെങ്കിലേ ഞാൻ രാജാവിന്റെ മകളാ. അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ അറിഞ്ഞിരുന്നതോ. താൻ അതൊന്നും കാര്യമാക്കണ്ട. ഇത് രാഷ്ട്രീയമല്ലേ. പിന്നിൽ നിന്നുള്ള പാരപണിയിലുകൾ എപ്പോഴും പ്രതീക്ഷിക്കണം. അപ്പോ നമുക്ക് വറിയിടാവേണ്ട കാര്യം ഒന്നും ഉണ്ടാവില്ല. ആ താൻ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക. CM-നോട് ഞാൻ സംസാരിച്ചോളാം. ശരി സർ, ഇത് എക്സ്പെൻസ് ഫയലാണ്. സാറൊന്ന് സൈൻ ചെയ്ത് തന്നാല് എനിക്കിത് ഓഡിറ്റിങ്ങിന് അയക്കായിരുന്നു. ദീപക് ഓഡിറ്ററുമായി വന്നതും നിന്നെ ബ്ലെയിം ചെയ്ത് സംസാരിച്ചതും നിന്റെ മനസ്സിൽ തട്ടിയും തോന്നുന്നല്ലോ. ഹേയ് ഇല്ല സർ. രാജു, കളങ്കമില്ലാത്ത മനസ്സാണ് നിന്റേത്. എനിക്കത് നന്നായി അറിയാം. ദീപക് അവനൊരു കഥയില്ലാത്ത ചെക്കനാ. അവൻ ഇതൊരു മെച്യൂരിറ്റി ആയിട്ടില്ല. അന്ന് നടന്നത് അവന്റെ വിവരമില്ലായ്മയെ നീ കണ്ടാ മതി. നടന്നതൊക്കെ നീ മറന്നു കളഞ്ഞേക്ക്. അവൻ ഇനിയും എന്റെ പ്രീതി പിടിക്കാനായി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട. സർ, ഞാൻ സാറിന്റെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നമുക്കിടയിലെ വിശ്വാസ്യത കളങ്കപ്പെടാതിരിക്കാന്. സാറിനും എനിക്കിടയിലുണ്ടായ ആത്മബന്ധം അതെന്റെ അഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും അത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. വർമ്മ സാറിന് എന്നോടുള്ള വിശ്വാസത്തിന്റെ കണ്ണിക്ക് ഞാൻ കാരണം ഒരു ചെറിയ അകൽച്ചയെങ്കിലും ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കുന്ന ദിവസമായിരിക്കും എന്റെ അവസാന വർക്കിംഗ് ഡേ. എന്താ രാജു നീ പറയുന്നേ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. എന്നും നീ എന്റെ ഒപ്പം ഉണ്ടാവണം. അതാണ് എന്റെ ഏറ്റവും വലിയ ബലം. രാജു എന്നും എന്റെ വിശ്വസ്തനായിരിക്കും. അതാണ് എന്റെ ആഗ്രഹം. ഹലോ ഹലോ. വർമ്മയെ താൻ മന്ത്രിയൊക്കെ തന്നെ സമ്മതിച്ചു. ഒരുപാട് തിരക്കും കാണും. പക്ഷെ ഒരു അച്ഛനാണെന്ന കാര്യം താൻ മറക്കരുത്. എന്താ എന്തു പറ്റിയെന്നോ? ഋതുമോൾക്കും അശ്വിനും എൻഗേജ്മെന്റ് റിംഗ് വാങ്ങണ്ടേ? എന്താ സാറിന്റെ ഒരു ഗൗരവം? ഞാൻ തന്നോട് ഈ കാര്യം പറയാൻ തന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. പക്ഷെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. എന്തായാലും ഞാനും ശ്രീകല ഇവിടെ നിന്ന് ഇറങ്ങുക. താൻ ഋതുമോളെയും കൂട്ടി ഷോപ്പിംഗ് മോളിലേക്ക് വാ. അല്ല, ഞാൻ തന്നെ വരണോ? ഒരു കാര്യം ചെയ്യാം. ഞാൻ ശേഖരനെ യാമിനിയും കൂട്ടി അവളെ അയക്കാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. താൻ തന്നെ വരണം. വന്നേ പറ്റൂ. മനസ്സിലായല്ലോ? താൻ അച്ഛനായി കഴിഞ്ഞാണ് മന്ത്രിയായത്. കേട്ടല്ലോ? ശരി ശരി, ഞാൻ വരാം. രാജു സർ, ഇന്നത്തെ എന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിവരെ ഒഴിവാക്കാനാവാത്ത പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ രാജു? എന്താ സർ?
എന്തുപറ്റി? എൻഗേജ്മെന്റിനുള്ള റിങ് വാങ്ങാൻ ഞാനും എത്തണമെന്ന് പരമ വാശി പിടിക്കുന്നു. വരാമെന്ന് ഞാനും വാക്കുകൊടുത്തു പോയി. ആ, അത് നന്നായി സർ. 4 മണിവരെ ഒഴിവാക്കാനാവാത്ത ഒരു പ്രോഗ്രാമും ഇല്ല. സാറിന് ധൈര്യമായിട്ട് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ. അല്ല, തിരക്കൊന്നുമില്ലെങ്കിൽ നീയും കൂടെ പോരും. ആ, ശരി സാർ. ആ, ശ്രീകലയും പരമേശ്വരനും വിളിച്ചിരുന്നു. അവര് ഷോപ്പിങ്ങിന് പുറപ്പെടാൻ തുടങ്ങുകയാണെന്നോ? അതിനെന്താ പ്രതാപ, ഷോപ്പിങ്ങിന് ഞങ്ങൾ റെഡിയാണല്ലോ. എന്നാ ഞാനും വരുന്നുണ്ട് ഷോപ്പിങ്ങിന്. എത്ര സന്തോഷമുള്ള കാര്യം നീ പറയുന്നേ. നീയും കൂടി ഷോപ്പിങ്ങിന് വരണമെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ നീ എന്ത് പറയുമെന്ന് ഓർത്തിട്ടാ ഞാൻ നിന്നോട് ചോദിക്കാതിരുന്നത്. എന്തായാലും നന്നായി പ്രതാപ. നിനക്ക് ഋതുമോളുടെ എത്രയൊക്കെ ദേഷ്യം ഉണ്ടായാലും അവള് നിന്റെ മകളാ. അവളുടെ വിവാഹ നിശ്ചയത്തിന് നടക്കാൻ പോകുന്ന ഷോപ്പിങ്ങിൽ നീയും ഉണ്ടാവണം. അതാ അതിന്റെ ഒരു ശരി. അവളോട് കുറച്ചു ദിവസങ്ങളായി നിനക്ക് അനുകമ്പ കൂടിക്കൂടി വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. ഋതുമോളോട് നീ കൂടുതൽ അടുക്കണം. നിനക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ ഇങ്ങനെ ഇല്ലാതാവുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയാ ഞാനും ഇത്രയും നാള് കാത്തിരുന്നത്. ഋതുമോൾക്ക് എന്തായാലും സന്തോഷാവും. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് അവളോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. എന്തിനാ പ്രതാപ അവളുടെ കാര്യത്തിൽ നിനക്ക് ഇത്രയും വാശി? ഇനി എത്ര ദിവസം അവളോടെ കാണും? നിനക്ക് അല്പ സ്നേഹത്തോട് പെരുമാറിയാൽ എന്താ? ചേച്ചിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ആ, രാജു, ഷോപ്പിങ്ങിന് പോലെ എല്ലാവരോടും റെഡിയാവാൻ പറയും. ശരി സാർ. രാജു, എന്താ ചേച്ചി? ഇവിടെ നടക്കാൻ പോകുന്നത് ബർത്ത്ഡേ ഫംഗ്ഷനാന്നാ കരുതിയിരിക്കുന്ന ഋതു. ഇനിയും അവളോട് സത്യം മറച്ചു വെക്കണോ രാജു? ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ല, വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നെന്ന് ഞാൻ അവളോട് പറയട്ടെ? വേണ്ട ചേച്ചി. ചേച്ചി ഇപ്പൊ അതൊക്കെ ഋതിക മാഡത്തിനോട് തുറന്നു പറഞ്ഞ ഋതിക മാഡം വലിയ വിഷമത്തിലാവും. സപ്ലിമെന്ററി എക്സാമിന് വേണ്ടിയുള്ള ഋതിക മാഡത്തിന്റെ ശ്രദ്ധയെ അത് ബാധിക്കും. എക്സാമിന് ജയിച്ചാലല്ലേ അശ്വിനുമായിട്ടുള്ള കല്യാണം നടക്കൂ. ഋതുമോളുടെ അവസ്ഥ ഓർത്തിട്ടുള്ള വിഷമം കൊണ്ടാ ഞാൻ ഇങ്ങനെ ചോദിച്ചത് രാജു. നമ്മളെല്ലാവരും സത്യം മറച്ചു വെച്ച് പാവം ആ കുട്ടിയെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.